ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അനുദിനവും അനുഗമിക്കുവാൻ ഒരു നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. യേശുവിൻ്റെ ജീവിതവും ഉപദേശവും നമ്മെ സ്വാധീനിക്കണം. അതിന് ദൈവത്തിൻ്റെ വചനം നാം തീർച്ചയായിട്ടും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ആത്മീയ വളർച്ച സംഭവിക്കണം എങ്കിൽ ആത്മീയ ആഹാരം നാം ഭക്ഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന യിരെമ്യാവ് പറഞ്ഞിട്ടുള്ളത് നാം ഓർത്തിരിക്കുന്നത് എപ്പോഴും നന്നാണ്. ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പാടിയിട്ടുള്ളത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും അത് രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത് നമ്മെ നിത്യതയോടടുപ്പിക്കുന്ന, നമുക്ക് ആത്മീയ വളർച്ച ഉളവാക്കുന്ന ദൈവവചനം ധ്യാനിക്കുന്നതിൽ പലപ്പോഴും പലരും വിമുഖരാണ് എന്നുള്ളതാണ്. സമയത്തിരക്ക് കൊണ്ടാകാം, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാകാം, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്ന ചിന്തയിൽ ആകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദൈവവചനത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു. എന്നാൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ചിന്തകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുക. പേരിന് മാത്രം വേദപുസ്തകം വായിക്കുന്നവരുണ്ട്. നാം എല്ലാവരും കണ്ടുമടുത്ത കറുത്ത കവറുള്ള ഒരു പുസ്തകം. ചിലർ അതിനെ ഭയം കിട്ടാതിരിക്കുവാൻ, നല്ല ഉറക്കം കിട്ടുവാൻ തലയണയ്ക്കടിയിൽ വയ്ക്കുന്നുണ്ട്. ദുസ്വപ്നങ്ങളൊന്നും കാണാതിരിക്കുവാനുള്ളൊരു മാർഗമായിട്ടായിരിക്കും അവർ അതിനെ കാണുന്നത്. ചിലർ യാത്രക്കിടയിൽ ബൈബിൾ ബാഗിൽ വയ്ക്കാറുണ്ട്. വാഹനം പുതിയത് വാങ്ങിക്കുമ്പോഴോ ഒക്കെ ഒരു ബൈബിൾ അഭിമാനത്തോടെ വാഹനത്തിൽ വയ്ക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. വാഹനത്തിൽ ബൈബിൾ വയ്ക്കുന്നത് കൊണ്ടോ, ബാഗിലെടുത്ത് വയ്ക്കുന്നത് കൊണ്ടോ, തലയണയ്ക്കിടയിൽ ബൈബിൾ ഇരിക്കുന്നത് കൊണ്ടോ എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ശത്രുദോഷങ്ങളില്ലാതിരിക്കാനോ ഒക്കെ ചില ആളുകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. വേദപുസ്തകം സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി ചിലർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ നാം എന്തിനാണ് പഠിക്കുന്നത്? ബൈബിൾ ചിലർക്കൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈബിൾ നാം വായിക്കേണ്ടത് നമുക്ക് ദിശാബോധം നൽകുന്ന ദൈവത്തിൻ്റെ ആലോചന എന്ന നിലയിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം ദിനംതോറും വായിക്കേണ്ടതാണ്. ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണത്തിൽ 40 വർഷക്കാലം മരുഭൂമിയിൽ അവർ ജീവിച്ചത് സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന പെറുക്കിയെടുത്ത് ഭക്ഷിച്ചിട്ടാണ്. മന്ന ആയിരുന്നു അവരുടെ മരുഭൂമിയിലെ ആഹാരം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ ഭോജനമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈബിൾ ദിനംതോറും വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഒരു ദൈവവേദൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ പ്രാപിച്ചു വേണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ, പരീക്ഷകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് പാപത്തെ പച്ചവെള്ളം പോലെ പലരും വലിച്ചു കുടിക്കുന്ന ഈ ദുഷ്ടതലമുറയിൽ ദൈവത്തിൻ്റെ വചനം തീർച്ചയായും
നമ്മളെ ഉപദേശിച്ച് നടത്തുവാൻ പ്രാപ്തിയുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനത്തോട് നമുക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തോളം ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരിക്കലും വെറുതെ മടങ്ങി വരികയില്ല. ഏത് ഉദ്ദേശത്തിനു വേണ്ടിയാണോ ദൈവം തൻ്റെ വചനം അയച്ചത്, ആ ഉദ്ദേശം ആ വചനം സാധിപ്പിക്കും. ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന തിരുവെഴുത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൽ വലിയ സ്വാതന്ത്ര്യമാണ് വരുത്തുന്നത്. വചനത്താൽ ഉളവാകുന്ന ഉണർവുകൾ, വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരം, അങ്ങനെ നമുക്കുണ്ടാകുന്ന ആത്മീയ ഉത്സാഹം, ഉണർവ്, അതൊക്കെ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് സമയം കണ്ടെത്തി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം ഒരിക്കലും അവഗണിക്കുവാൻ പാടുള്ളതല്ല. ആര് ദൈവവചനം മനഃപൂർവ്വമായി അവഗണിക്കുന്നുവോ അവർ തീർച്ചയായും ലജ്ജിക്കേണ്ടി വരും. ഒരിക്കലൊരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ പാപം നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ ദൈവവചനം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റും. പാപം ഏറ്റുപറയാത്ത പാപം ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് നിങ്ങൾ വളരെ ദൂരെ അകലേക്ക് പോകും. അതുകൊണ്ട് വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്തു. വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു.